നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. US-ഉം ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി കൊണ്ടിരിക്കുന്നു. ഇറാന് ചുറ്റും US സമ്പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ഇറാനുമായുള്ള ആണവ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ മിഡിൽ ഈസ്റ്റിലെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് US. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 50-ലധികം യുദ്ധവിമാനങ്ങളാണ് US മിഡിൽ ഈസ്റ്റിൽ വിന്യസിച്ചിരിക്കുന്നത്. മേഖലയിൽ വിന്യസിച്ചിട്ടുള്ള US-ന്റെ നാവിക വ്യോമസേനകളെ ശക്തിപ്പെടുത്തുന്നതിൽ പങ്കുവഹിക്കുന്ന ഒരു വലിയ ചുവടുവയ്പ്പാണ് US ഉദ്യോഗസ്ഥർ ഈ നീക്കത്തെ വിശേഷിപ്പിച്ചത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് മുന്നറിയിപ്പുകൾ തുടർച്ചയായി നൽകുമ്പോൾ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയും അമേരിക്കയെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. US യുദ്ധക്കപ്പലുകൾ മുക്കുമെന്ന് ഖമേനി അടുത്തിടെ ഭീഷണിപ്പെടുത്തിയിരുന്നു. കൈവിരൽ കാഞ്ചിയിലുണ്ട്. ദിവസങ്ങൾക്ക് മുൻപായിരുന്നു അമേരിക്കയ്ക്ക് ഇറാൻ സേനാ മേധാവിയുടെ ഈ താക്കീത്. രണ്ടാമത്തെ പടക്കപ്പലും ഇറാൻ തീരത്തേക്ക് അയച്ചാണ് അമേരിക്ക ഇതിനോട് പ്രതികരിച്ചത്. ലോകരാഷ്ട്രങ്ങളുടെ കണ്ണുകൾ ഹോർമുസ് കടലിടുക്കിലേക്കാണ് ഇപ്പോൾ. രണ്ട് രാജ്യങ്ങളുടെയും സൈനിക ശേഷി പരിശോധിക്കുമ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ ശക്തികളും ദൗർബല്യങ്ങളുമുണ്ട്. അമേരിക്കയ്ക്ക് സാങ്കേതിക വിദ്യയിലും വ്യോമാക്രമണങ്ങളിലും വ്യക്തമായ ആധിപത്യമുണ്ടെങ്കിൽ ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈൽ ശേഷിയാണ് ഇറാന്റെ കരുത്ത്. ആവനാഴിയിൽ എതിരാളികളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്ന പടക്കോപ്പുകൾ നിരവധിയുണ്ട്. ഇരു രാജ്യങ്ങളും ഏറ്റുമുട്ടിയാൽ അത് ആഗോളതലത്തിൽ ഉണ്ടാക്കാൻ ഇടയുള്ള പ്രത്യാഘാതങ്ങൾ പ്രവചനാതീതം തന്നെയാണ്. സൈനിക ശേഷിയിൽ അമേരിക്കൻ പടയുടെ സമീപത്തൊന്നും ഇറാൻ എത്തില്ലെന്നാണ് പൊതുവെയുള്ള റിപ്പോർട്ടുകൾ. എന്നാൽ ഇറാൻ നിസ്സാരക്കാരനൊന്നുമല്ല. അതിൽ വജ്രായുധം എന്ന് പറയാവുന്നത് ബാലിസ്റ്റിക് മിസൈലുകൾ തന്നെയാണ്. 2000 കിലോമീറ്റർ വരെ സഞ്ചരിക്കാവുന്ന ഖുറം ഷഹർ, സെജ്ജിൽ എന്നീ 2 മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ അവരുടെ കുന്തമുനകൾ തന്നെ. ഏറ്റവും പ്രഹരശേഷി കൂടിയ അൾട്രാ ഹെവി ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്. ഖുറം ഷഹർ എന്ന മിസൈലിന് 1500 മുതൽ 1800 കിലോഗ്രാം വരെ ഭാരം വഹിക്കാനാകും. ആകാശത്ത് വെച്ച് തന്നെ നിരവധി ഭാഗങ്ങളായി ചിതറാനുള്ള ശേഷി പ്രത്യേകതയാണ്. 16 കിലോമീറ്റർ ചുറ്റളവിലേക്ക് പൊടുന്നനെ വ്യാപിക്കും. ഇവയിൽ ഓരോന്നിലും കിലോ കണക്കിന് ഭാരമുള്ള സ്ഫോടക വസ്തുക്കൾ അടങ്ങിയിരിക്കും. പലതായി ചിതറുന്നതിനാൽ ശത്രുവിന്റെ മേൽ തീമഴ പെയ്യിക്കാൻ തന്നെ ഈ ആയുധങ്ങൾക്ക് സാധിക്കും. അൾട്രാ ഹെവി പോർമുന വഹിക്കാൻ ശേഷിയുള്ള ഈ ആയുധത്തെ അമേരിക്ക ഭയന്നേ പറ്റൂ. സെജ്ജിൽ മിസൈലുകളിൽ ദ്രാവക ഇന്ധനത്തിന് പകരം ഖര ഇന്ധനം ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിക്ഷേപണ ശേഷിക്ക് അതിവേഗമാണ് കൈവരുന്നത്. ഏകദേശം 700 കിലോഗ്രാം ഭാരം വഹിക്കാൻ ഇതിനും കഴിയും. ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ ലക്ഷ്യസ്ഥാനത്തെത്താനുള്ള സാങ്കേതിക വിദ്യ ഉണ്ട്. നേരത്തെ ഇസ്രയേൽ ഈ ആയുധത്തിന്റെ ചൂട് അനുഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്കും ഇത്തിരി ഭയം തന്നെയാണ്. ഇറാന്റെ മറ്റൊരു അത്യാധുനിക മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് എമാദും ഖദ്റും. ഇറാന്റെ സാങ്കേതിക മുന്നേറ്റത്തിന്റെ പ്രതീകം. വേഗതയിലും ശക്തിയിലും കേമൻ. 1700 കിലോമീറ്ററാണ് പരിധി. തീർന്നില്ല. ഇറാന്റെ അതിവിപുലമായ മിസൈൽ ശേഖരത്തിൽ അപകടകാരികൾ ഇനിയുമുണ്ട്. ഹജ്ജ് ഖസൈം, ഖൈബർ, ഷെഖാൻ തുടങ്ങിയ മിസൈലുകൾ അതീവ അപകടകാരികളാണെന്ന് പ്രതിരോധ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാന്റെ ആയുധശേഖരത്തിലെ എടുത്തു പറയേണ്ട മിസൈലാണ് ഫത്ത മിസൈൽ. ശബ്ദത്തിന്റെ 5 ഇരട്ടി വേഗതയാണ് ഇതിന്. റഡാറുകളുടെ കണ്ണുവെട്ടിക്കാനും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ അനായാസം മറികടക്കാനും ഫത്ത മിസൈലിന് പ്രത്യേക കഴിവാണുള്ളത്. ഹൈപ്പർസോണിക് ഗ്ലൈഡ് ശേഷിയാണ് ഇതിനുള്ളത്. സേനയിലെ ഇറാനിയൻ അത്ഭുതം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. സൂപ്പർസോണിക് വേഗതയിൽ സഞ്ചരിക്കുന്ന മിസൈൽ കൂടിയാണ് ഇത്. വിജയി എന്നർത്ഥം വരുന്ന ഫത്ത മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്തേക്ക് അതിവേഗം എത്തിച്ചേരാനും ശത്രുരാജ്യങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലേക്ക് തുളച്ചുകയറാനും ശേഷിയുള്ളവയാണ്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയതും വൈവിധ്യമാർന്നതുമായ മിസൈൽ ശേഖരമുള്ള രാജ്യമാണ് ഇറാൻ. വിവിധ തരത്തിലുള്ള 20-ലധികം ബാലിസ്റ്റിക് മിസൈലുകളും നിരവധി ക്രൂയിസ് മിസൈലുകളും ഉൾപ്പെടുന്നതാണ് ഇറാന്റെ ആയുധശേഖരം. ഷഹാബ് 1, ഷഹാബ് 2, ഖിയാം 1, ഹോർമുസ് സീരീസ്, ഷഹാബ് 3, ഗദർ 110, ഖൈബർ, ഷെഖാൻ തുടങ്ങിയവ ഇറാന്റെ പ്രധാന മിസൈലുകളിൽ ചിലതു മാത്രമാണ്. അതേസമയം ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് R. ഫോർഡിനെ ഇപ്പോൾ പശ്ചിമേഷ്യയിലേക്ക് അമേരിക്ക അയച്ചിട്ടുണ്ട്. വെനിസ്വേലയ്ക്കെതിരായ ഓപ്പറേഷനിൽ പങ്കെടുത്ത അതേ യുദ്ധക്കപ്പലാണ് ഇത്. USS ജെറാൾഡ് R. ഫോർഡും അനുബന്ധ കപ്പലുകളും കരീബിയൻ കടലിൽ നിന്ന് പുറപ്പെട്ട് ഇപ്പോൾ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ മധ്യഭാഗത്തുകൂടി മിഡിൽ ഈസ്റ്റിലേക്ക് നീങ്ങുകയാണെന്ന് നാവികസേന ഉദ്യോഗസ്ഥൻ ചൊവ്വാഴ്ച അറിയിച്ചു. USS മഹൻ, USS ബ്രെയിൻ ബ്രിഡ്ജ്, USS വിൻസ്റ്റൺ ചർച്ചിൽ എന്നീ 3 ഗൈഡഡ് മിസൈലുകൾ ഡിസ്ട്രോയറുകളോടൊപ്പമാണ് ഫോർഡിന്റെ യാത്രയെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു.
മുമ്പ് US തങ്ങളുടെ ഏറ്റവും ശക്തമായ യുദ്ധക്കപ്പലായ USS എബ്രഹാം ലിങ്കനെ ഗൾഫിൽ വിന്യസിച്ചിരുന്നു. US പ്രതിരോധ ആസ്ഥാനമായ പെന്റഗണും മറ്റൊരു അപകടകരമായ യുദ്ധക്കപ്പലായ USS ജോർജ് H.W. ബുഷ് വിന്യസിക്കാൻ തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഈ യുദ്ധക്കപ്പലിനും തയ്യാറായിരിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. നിലവിൽ ഫ്ലോട്ടിംഗ് കോട്ട USA-യിലെ വിർജീനിയ തീരത്ത് പരിശീലനാഭ്യാസങ്ങൾ പൂർത്തിയാക്കുകയാണ്. 2 യുദ്ധക്കപ്പലുകളുടെയും വിന്യാസം ഇറാന് തലവേദനയാകുമെന്നതിലും സംശയമില്ല. ഇതുമാത്രമല്ല, F-22, F-35, F-16 ഫൈറ്റർ ജെറ്റുകൾ ഉൾപ്പെടെ നിരവധി വിമാനങ്ങൾ ഈ മേഖലയിലേക്ക് നീങ്ങുന്നതായി സ്വതന്ത്ര ഫ്ലൈറ്റ് ട്രാക്കിംഗ് ഡാറ്റയും സൈനിക വിമാന നിരീക്ഷകരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. യുദ്ധവിമാനങ്ങൾ ആക്രമണത്തിൽ സ്ഥിരത കൈവരിക്കുന്നതിനു വേണ്ടി തയ്യാറെടുക്കുന്നതിന്റെ സൂചനയാണ് ഇതെന്ന് നിരീക്ഷകർ അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 50-ലധികം ഫൈറ്റർ ജെറ്റുകൾ ഈ മേഖലയിലേക്ക് മാറ്റിക്കഴിഞ്ഞു. അമേരിക്കയുടെയും ഇറാന്റെയും ഉദ്യോഗസ്ഥർ ജനീവയിൽ 2ാമത്തെ പരോക്ഷ ആണവ ചർച്ചകൾ നടത്തിവരുന്നതിനിടയിലാണ് ഈ നീക്കം എന്നത് ശ്രദ്ധേയം തന്നെ. മേഖലയിൽ സൈനിക വിന്യാസം ശക്തമാക്കുമ്പോഴും നയതന്ത്ര ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്നാണ് ഇരുവിഭാഗവും നൽകുന്ന സൂചന. ജനീവയിൽ നടന്ന ചർച്ചകൾ ക്രിയാത്മകമാണെന്നും ചില കാര്യങ്ങളിൽ ധാരണയിലെത്തിയതായും US ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധികളായ ജാറേദ് കുഷ്ണർ, സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. 2 ആഴ്ചയ്ക്കുള്ളിൽ കൂടുതൽ വ്യക്തമായ നിർദ്ദേശങ്ങളുമായി മടങ്ങിവരാമെന്ന് ഇറാൻ പ്രതിനിധികൾ സമ്മതിച്ചിട്ടുണ്ട്. ചർച്ചകൾ ഗൗരവമേറിയതും പോസിറ്റീവുമാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറഞ്ഞു. മുൻപത്തെ യോഗത്തേക്കാൾ മികച്ച രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നുണ്ടെന്നും ചില അടിസ്ഥാന തത്വങ്ങളിൽ ധാരണയായതായും അദ്ദേഹം ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷനോട് വ്യക്തമാക്കി. എന്നാൽ ഉടൻ തന്നെ ഒരു കരാറിലെത്താൻ സാധിക്കില്ല എന്നും ഒരു പാത തുറന്നു കിട്ടി എന്നത് പ്രധാനമാണെന്നും അദ്ദേഹം പറയുന്നു. ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽ ഖുസൈദിയാണ് ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ചത്. സൈനിക സമ്മർദ്ദവും നയതന്ത്ര നീക്കങ്ങളും ഒരേ സമയം പരീക്ഷിക്കുകയാണ് അമേരിക്ക. ഇരു രാജ്യങ്ങളുടെയും പക്കലുള്ള ആയുധങ്ങളുടെ കരുത്തിലല്ല, സമാധാനത്തിലാണ് ലോകത്തിന്റെ പ്രതീക്ഷയത്രയും. മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.